ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ മധു പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നിലാവോ. ചേച്ചി പാടി തന്നില്ലേ? എന്നെ ഇവിടെ നിർത്തിക്കൊണ്ടിങ്ങനെ പാടാനുള്ള കാരണം ഉറങ്ങിക്കോളെ കുറച്ചു നേരത്തേക്ക് ശല്യം എന്ന് പറയാലോ വെച്ചാ അത് ഞാൻ നിന്നുറങ്ങണം. എന്നാ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ നിങ്ങക്ക് പാടിക്കൂടെ? എന്റെ പൊന്നനിയത്തിയല്ലേ അത്? അതെ, അതൊക്കെ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും കുറച്ച് സ്നേഹം കാണിക്കണ്ടേ? ആയിക്കോട്ടെ, ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് നോക്ക്. അല്ല, ശരിക്കും ചുമ്മാ പാടിയതാ? അല്ല, നമുക്ക് ഈ പാട്ട് പാടാൻ ഒരാളെ വിളിക്കാം. ഓ, അതിന് പിന്നെന്താ? ആണോ ഈ പാട്ട് ആളെ എനിക്കറിയാം, ആരാ വരാൻ പോകുന്ന എനിക്കറിയാം, പക്ഷെ ഈ പാട്ടാണോ? ഈ പാട്ടാണെന്ന് അതൊക്കെ അറിയണം ഏകദേശം. ശരി, ഒന്നുമില്ലെങ്കിൽ ആദ്യത്തെ വരിയൊക്കെ ഇതുപോലെ ഉണ്ടാവും. ആണോ? നമുക്ക് വിളിച്ച് ചോദിക്കാം. അതിലെന്തോ ഉണ്ട്. ഇത് നമ്മുടെ ടോപ്പ് സിംഗർ ഉണ്ട്, വല്ലാണ്ട്. ടോപ്പ് സിംഗറിന്റെ വൈദ്യുതി വന്നിട്ട് നമ്മളത് കണ്ടുപിടിക്കും. വെൽക്കം ദ്വിതികുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, ഇത് ദ്വിതികുട്ടിയല്ല, ഒരമ്മ. ഇതൊരു അമ്മയാണല്ലോ. നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മ വരുന്നുണ്ടല്ലോ. ഇത് ശരിക്കും ഒരു അമ്മ പോലെ. ജാനകിയമ്മയാണല്ലേ? വലിയ പൊട്ടല്ലേ? നമസ്കാരം ജാനകിയമ്മ. ആ, വലിയ പൊട്ടാണ്. നമസ്തേ. ശരിക്കും അതുപോലെ ഇല്ലേ? ആ, ശരിക്കും അതേപോലെ ഉണ്ടല്ലോ. ശരിയാണല്ലോ. ആ സാരി ഉടുത്തേക്കണ സ്റ്റൈല്, ബ്ലൗസിന്റെ സ്റ്റൈലൊക്കെ അതെ, ഹെയർ സ്റ്റൈല്, പൊട്ട് എല്ലാം ജാനകിയമ്മയുടെ പോലെ. അപ്പൊ ജാനകിയമ്മ വന്ന് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 നമസ്കാരം ജാനകിയമ്മ. നമസ്കാരം അമ്മ. അമ്മയ്ക്ക് എപ്പോഴും ഒരു ചെറിയ പുസ്തകം ഉണ്ടാവും. ജാനകിയമ്മയ്ക്കും ഉണ്ടാവും, ചേട്ടനും ഉണ്ടാവും. വളരെ ചെറിയൊരു പുസ്തകം ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് പാടുക. അതാണ് ജാനകിയമ്മ. സുഖമാണോ? ഇപ്പൊ എവിടുന്ന് വരുന്നു? ജാനകിയമ്മ കോഴിക്കോടാണ് താമസിക്കുന്നത്. ശരി, ഞാൻ വെച്ച് മൈസൂരാണെന്ന്. ഇപ്പൊ ജാനകിയമ്മ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഓമനത്തിങ്കൾ കിടാവോ. ബാക്കി ആരൊക്കെയാണ് ഇതില്? മ്യൂസിക് ചെയ്താരാണ്? രവീന്ദ്രൻ മാഷ്. എഴുതിയതാരാണ്? ONV കുറുപ്പ് സാറാണോ? ഓക്കെ. ഏത് സിനിമയായിരുന്നു ജാനകിയമ്മ? ഇത്തിരി പൂവേ ചുവന്ന പൂവേ. അത് ഏത് വർഷമായിരുന്നു? 1984. ജാനകിയമ്മ നമുക്ക് വലിയ ഭാഗ്യമല്ലേ ജാനകിയമ്മ നേരിട്ട് വന്ന് ഈ പാട്ടൊക്കെ പാടുന്ന പറയുന്നത്? ശരിക്കും ഞങ്ങളുടെ ഒരു ഭാഗ്യം അതൊക്കെ. സന്തോഷാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ വേദി ധന്യമായി. പാടിക്കോളൂ അമ്മ. പാട്ട് കേൾക്കാം അല്ലേ? അമ്മ പാടിക്കോളൂ. ശരി ജാനകിയമ്മ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം. ഓമനത്തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം. സ്വപ്നത്തിലെന്നുണ്ണി പുഞ്ചിരിക്കും, അമ്മ ദുഃഖങ്ങളെല്ലാം മറന്നിരിക്കും. ഓമനത്തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം.
ഒരു കുങ്കുമച്ചെപ്പു തുറന്ന പോലെ ഓമന തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം സ്വപ്നത്തിലെന്നുണ്ണി പുഞ്ചിരിക്കും അമ്മ ദുഃഖങ്ങളെല്ലാം മറന്നിരിക്കും ഓമന തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെയുറക്കാം. ഗുഡ് മോൾ, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദ്യുതികുട്ടി, അയ്യോ സോറി, ജാനകിയമ്മേ നന്നായിട്ട് പാടിട്ടോ. ആ പിന്നെ ചില ഭാഗങ്ങളൊക്കെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, ചില സ്ഥലങ്ങളിലൊക്കെ. പ്രായം എത്രയല്ലേ ആയിട്ടുള്ളൂ? കുഞ്ഞല്ലേ? ആ ഇപ്പൊ എത്രയിലായി? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ ഓമന തിങ്കൾ കിടാവോ. ആ ജാനകിയമ്മ പാടിയ പാട്ട്, അയ്യോ സോറി, ജാനകിയമ്മ ആണല്ലോ ഇത്. ഓക്കെ, എന്നാലും ഇത്രയും ചെറിയ കുട്ടിയല്ലേ ഈ ജാനകിയമ്മ അല്ലേ? ജാനകിക്കുട്ടിയാ, ജാനകിക്കുട്ടി, എന്റെ സ്വന്തം ജാനകിക്കുട്ടി അല്ലേ? ചില ഭാഗങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഉണ്ണിയെ തേടി വന്നിട്ടും പിന്നെ ആ അവസാനത്തെ മാത്രം വാത്സല്യമാവാം എന്നുള്ള സംഗതി മാത്രം അത് കുറച്ച് ഒരു ക്ലാരിറ്റി. പക്ഷെ അനുപല്ലവി വളരെ നന്നായിരുന്നു. നിദ്രയിൽ നീ കണ്ട സ്വപ്നമെന്തേ, അതിന്റെ ആ പൂവേ മാത്രം ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, അത്രേ ഉള്ളൂ. നിൻ കവിളെന്തേ തുടുത്തുപോയി ഒരു കുങ്കുമച്ചെപ്പ് തുറന്ന പോലെ, ചരണത്തിന്റെ ലാസ്റ്റ് ലൈൻസ്. വെരി ഗുഡ്. നിദ്രയിൽ നീ കണ്ട സ്വപ്നമെന്തേ, എന്റെ ഇത്തിരി പൂവേ പറന്നു പോവേ. നിദ്രയിൽ നീ കണ്ട സ്വപ്നമെന്തേ, എന്റെ ഇത്തിരി പൂവേ പറന്നു പോവേ. നിൻ കവിളെന്തേ തുടുത്തുപോയി, നിൻ കവിളെന്തേ തുടുത്തുപോയി ഒരു കുങ്കുമച്ചെപ്പു തുറന്ന പോലെ. പ്രശ്നം എന്ന് പറയാനായിട്ട് ആ ടഫായിട്ടുള്ള സംഗതിയാണ് ആ പല്ലവിയിലുള്ളത്. ഇത് വെറും കുഞ്ഞു ജാനകിയമ്മയല്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് വരാനുള്ള പ്രായമായി വരണേ ഉള്ളൂ ഈ ജാനകിയമ്മയ്ക്ക്. കുറച്ചും കൂടി നാള് കഴിഞ്ഞാൽ ഈ പാട്ട് ഇത്രയും അതെ ജാനകിയമ്മ കുറച്ചുകൂടി വലുതാകുമ്പോ ഇതിൽ നന്നായിട്ട് പാടും ഈ ജാനകിയമ്മ. കാരണം അത് ഉറപ്പാ. കാരണം ഇത് ഒരു ശ്രമം നടക്കുന്നുണ്ട് ആ സംഗതി പാടാനുള്ള. അത് എന്താ ഏകദേശം ഒരു സ്ഥലത്തൊക്കെ എത്തുന്ന നന്നായിട്ട് വരുന്നുണ്ട് ഏകദേശമൊക്കെ. കുറച്ചും കൂടി നാള് കഴിയുമ്പോ ഈ ജാനകിയമ്മ ആളാരായിരിക്കും? ഒരു സംഭവമായിരിക്കും. അതെ, നല്ല കഴിവുണ്ടെങ്കിൽ ഇത് ഈ പാട്ട് ഇങ്ങനെയെങ്കിലും ഒക്കെ പാടാൻ സാധിക്കൂ ഈ കുഞ്ഞു പ്രായത്തില്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ജാനകിയമ്മ നല്ല കഴിവുള്ള സിംഗർ ആണെന്നാണ് അതിന്റെ അർത്ഥം. യെസ്, ബ്രില്യൻ സിംഗർ ആണ്. ആ അപ്പൊ അത് സാരില്ല കേട്ടോ, കുറച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ഒന്ന് ശരിയായിക്കോളും, ആ സംഗതികളൊക്കെ ശരിയാവും. പിന്നെ ലാസ്റ്റ് ഓമന തിങ്കൾക്കിടാവോ പല്ലവി ചരണം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഓമന തിങ്കൾക്കിടാവോ കുറച്ച് ഷാർപ്പായി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പാടി മിടുക്കിയ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ ജാനകിയമ്മയായിട്ട് കാണാൻ എന്ത് രസമല്ലേ അല്ലേ? മിനിയേച്ചർ മിനിമൈസ് ചെയ്ത പെട്ടെന്ന് ഇങ്ങനെ ശരിയാ. ഇങ്ങനെ പാട്ടും ഗംഭീര സെലക്ഷൻ ആണേ ഈ പാട്ട്, എന്ത് രസാ. അപ്പൊ എങ്ങനെയാണ് കണ്ണ് ചിമ്മുന്ന എങ്ങനെയാ കാണിച്ചു കണ്ടോ? അങ്ങനെയാ, അത്രേ ഉള്ളൂ. ഇങ്ങനെയല്ലേ? അങ്ങനെയാണ് കൺചിമ്മുന്നത്. പക്ഷെ പാട്ടിൽ ഇങ്ങനെ കൺചിമ്മുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ലൈൻ ഒന്ന് പാടാമോ? ജാലകവാതിലിലൂടെ ദൂരതാരകം കൺചിമ്മി നോക്കി. ഇതാണ് എപ്പോഴും പ്രശ്നം. ഒരു കൊതിയായിട്ട് ഇങ്ങനെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ പോലെ കിട്ടൂല. അപ്പൊ ഉഗ്രനായിരുന്നു കേട്ടോ. ഉണ്ണിയെ തേടി വന്നെത്തും, അത് ഉഗ്രനായിരുന്നില്ലേ? ആയിരിക്കുമല്ല, ആണ് കേട്ടോ. വാത്സല്യമാവാം, അതെങ്ങനെ പാടിയേ? നീലവെണ്ണിന്റെ വാത്സല്യമാവാം.
ആ വന്നല്ലോ, ഏകദേശം വന്നു, ഏകദേശം വന്നു. ഏകദേശമായി. യെസ്. നിധനി പമപ മഗമ നിസരി ഒന്നും പഠിക്കേ. യെസ്. നീലവെണ്ണിന്റെ വാത്സല്യമാവാ. വെരി ഗുഡ്. കിട്ടിപ്പോയി. യെസ്. ആ പിന്നെ എനിക്ക് ആ സ്വപ്നം എന്തേ അത് നന്നായിരുന്നു. അത് എന്റെ ഇത്തിരി പൂവേ കുരുന്നു പൂവേയില്ലേ, ആ പൂവേയിൽ എന്തായിരുന്നു സംഗതി? നിദ്രയിൽ നീ കണ്ട സ്വപ്നമെന്തേ എന്റെ ഇത്തിരി പൂവേ കുരുന്നു പൂവേ. ആ അതെ അതെ. യെസ്. ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ. അപ്പ കിട്ടിയില്ല, പക്ഷെ ഇപ്പൊ കിട്ടി. ദുഃഖം എന്നല്ലേ പറഞ്ഞേ അല്ലേ മോളെ? ആ ദുഃഖം. 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 എങ്ങനെ? ദുഃഖം. ആ ഒരു ഖം വരണം. എന്ത് വരണം? ദുഃഖം. ആ അത് വരണം. ഓക്കെ. ദ്യുതിക്കുട്ടി, വാത്സല്യം എന്ന് പറഞ്ഞേ വാത്സല്യം. സാന്നായി പോണുണ്ട്. വാത്സല്യം. ആ പല്ലില്ലേ നോക്കട്ടെ. ഈ പല്ലിന്റെ ഇടയിലെ കാറ്റ് പോകണ്ടല്ലോ കൊറേ. നല്ല രസമുണ്ട് പക്ഷെ കേൾക്കാം കേട്ടോ. ഭയങ്കര ഒരു നല്ല ക്യൂട്ടായിട്ട് ദ്യുതിക്കുട്ടി പാടി കേട്ടോ, മിടുക്കിയായി പാടി. ഒരുപാട് നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ശബ്ദത്തിന് ഇന്ന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മിടുക്കിയായി പാടിയേ. എനിക്കും ഒരുപാട് ഭാഗങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ പാട്ട് പാടി തുടങ്ങുമ്പോഴൊക്കെ ഓരോ ലൈൻ തുടങ്ങുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശരിക്കും ജാനകി അമ്മ അവിടെ നിന്ന് പാടുന്ന പോലെ ഇപ്പൊ ഞാൻ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുമായിരുന്നു ദ്യുതിക്കുട്ടി പാടുന്നത് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ അമ്മയ്ക്ക് ഇന്നത്തെ മാർക്ക് പറയട്ടെ. ഇന്നത്തെ അമ്മയുടെ മാർക്ക് 97.25 out of 100. ടാറ്റാ. ബൈ. ഗുഡ് നൈറ്റ്.